നിങ്ങൾക്കിപ്പോൾ അറിയാലോ ഒരു BSc നേഴ്സിംഗ് പഠിക്കാൻ എന്ത് ചിലവ് വരും എന്നുള്ളത്. ആ ഒരു ചിലവ് കൂട്ടിയാൽ മതി നമ്മുടെ. അത് തീർച്ചയായിട്ടും അവർക്ക് അറിയില്ല. കാരണം നമ്മുടെ അടുത്ത് നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ പഠിക്കാൻ ഇങ്ങനെ ഒരു കോളേജോ സാഹചര്യങ്ങളോ ഇല്ലാത്ത കാരണം ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ച്. എല്ലാവരും ഈ നീറ്റിൻ്റെ പുറകിലും ഇതൊക്കെ പോയി 1-2 വർഷങ്ങൾ കളയുകയും MCയുടെ അണ്ടറിൽ വരുന്ന ഈ ഡോക്ടർ ആകാൻ പറ്റുന്ന കോഴ്സുകളാണ്. അതിനകത്ത് BNYS എന്ന് പറയുന്ന കോഴ്സിൽ നമുക്ക് എൻട്രൻസോ നീറ്റോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വേണ്ട. എനിക്ക് ഡോക്ടർ ആവണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ നീറ്റ് എഴുതി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ നാച്ചുറോപ്പതി കോഴ്സിനെ കുറിച്ച് അറിഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ ഞാൻ ജോയിൻ ചെയ്തു. പുറത്തോട്ടുള്ള രാജ്യങ്ങളിലൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകൾ. ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഭയങ്കര വെൽ ഫെസിലിറ്റീസ് ആണ്. പിന്നെ സ്റ്റാഫ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഇവരൊക്കെ. എനിക്ക് MBBS പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. ബട്ട് നീറ്റ് എഴുതിയപ്പോൾ നീറ്റിൽ കിട്ടിയില്ലായിരുന്നു. പിന്നെ വേറെ കോഴ്സസ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് നാച്ചുറോപ്പതിയെ പറ്റിയിട്ട് ഇപ്പം കർണാടകയിൽ നിന്നുള്ളവരുണ്ട്, ആന്ധ്രയിൽ നിന്നുള്ളവരുണ്ട്, അതേപോലെ തന്നെ പല സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ BNYS പഠിക്കാൻ വരുന്നുണ്ട്. ഹായ്, നമസ്കാരം. നിൽക്കുന്നത് തെങ്കാശിയിലെ ST മെഡിക്കൽ കോളേജിലാണ്. നീറ്റ് എക്സാം എഴുതാത്തവർക്കും അത് പാസ്സാകാത്തവർക്കും ഡോക്ടർ ആവാൻ പറ്റുമോ? സംഭവം സത്യമാണ്. നമുക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതലൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ, പേരെന്താണ്? ഹലോ, എൻ്റെ പേര് ഫമിത എന്നാണ്. ഇവിടെ ഈ നീറ്റ് ഒന്നും എഴുതാതെ ഡോക്ടർ ആവാൻ പറ്റുമെന്ന് കേട്ടിട്ടാവുന്നത് സത്യമാണ്. അതായത് കാരണം നമ്മൾ നോർമലി ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നീറ്റ് വേണം, എൻട്രൻസ് വേണം, ബാക്കിയുള്ള എല്ലാതും വേണം. പക്ഷെ നമ്മുടെ ഈ കോളേജിൽ BNMIS പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ആക്ച്വലി അതിന് നീറ്റും വേണ്ട, നമുക്ക് എൻട്രൻസും വേണ്ട. കോഴ്സ് വരുന്നത് 4.5 വർഷമാണ് ഇതിൻ്റെ അക്കാഡമിക് ഇയർ വരുന്നത്. ആൻഡ് ഓൾസോ 1 ഇയർ നമുക്ക് ഇതിൻ്റെ ഹൗസ് സർജൻസി പീരീഡ് ആണ്. പിന്നെ ഇതാണ് നമ്മുടെ കോളേജ് വരുന്നത്. അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉള്ളത്. നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഇവിടെ തന്നെ അവൈലബിൾ ആണ് ആക്ച്വലി. അതായത് നമ്മുടെ ഈ കോളേജ് ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള ഒരു കോളേജാണ്. ആൻഡ് ഓൾസോ MCA അഫിലിയേറ്റഡ് കോളേജാണ്. എൻ്റെ പേര് ഡോക്ടർ നന്ദു മോഹൻ. ഞാൻ ഈ കോളേജിൻ്റെ അഡ്മിഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. എന്താണ് ഇതൊരു സാധ്യതയുള്ള കോഴ്സാണ്? അതെ, തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തൊഴിലില്ലായ്മയാണല്ലോ. അതായത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ തൊഴിൽ കിട്ടുന്നതിനാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത്. ഇനിയുള്ള കാലത്ത്, അതായത് ഈ വരുന്ന ഫ്യൂച്ചർ ടൈമിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു മേഖലയാണ് ഇപ്പോൾ നമ്മുടെ ഈ കോളേജിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് വരുന്നത്. അത് മെയിനായിട്ടുള്ളത് BNYS എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ഇവിടെ ഉള്ളത്. അത് 5.5 വർഷത്തെ കോഴ്സാണ്. 5.5 ഇയർ ടോട്ടൽ. നമ്മൾ ഒരു കോഴ്സ് ഡ്യൂറേഷനിൽ 4.5 വർഷം അക്കാഡമിക് കോഴ്സും പ്ലസ് 1 ഇയർ ഹൗസ് സർജൻസിയും വരും. അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കോളേജിനോട് ചേർന്ന് തന്നെ നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിന് തന്നെ പ്രത്യേകത പിന്നെ തമിഴ്നാട്ടിലെ, അതായത് ഈ കോളേജ് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ തമിഴ്നാട്ടിലെ NABH അക്രഡീഷനുള്ള ആദ്യത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവും, നമ്മുടെ കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വര ഭാഗമാണിത്. നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസാണ്. അതുകൂടാതെ തന്നെ ഈ ക്യാമ്പസിനോട് ചേർന്ന് തന്നെ നമ്മുടെ BSc അഗ്രികൾച്ചർ നടത്തുന്ന അഗ്രികൾച്ചർ കോളേജുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏകദേശം ഒരു 100-150 ഏക്കറോളം ഗ്രീൻ ലാൻഡാണ്. അതായത് ഹെർബൽ പ്ലാന്റ്സും എല്ലാ രീതിയിലുള്ള നല്ല രീതിയിൽ അത് ഫാം ചെയ്ത് കുട്ടികൾക്ക് അത് കറക്റ്റ് അവർക്ക് എന്താണ് പഠിക്കേണ്ടത് ആ പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. സാറേ, ഈ ഒരു കോഴ്സിനുള്ള ജോലി സാധ്യത എങ്ങനെ? ഇപ്പം നിലവിൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഡോക്ടർ ആവാൻ വേണ്ടി ഒരുപാട് പണം ചിലവാക്കിയും അതേപോലെ 1, 2, 3 വർഷങ്ങൾ ചിലവാക്കി നീറ്റിൻ്റെ ട്രെയിനിങ്ങിനും കോച്ചിങ്ങിനും എല്ലാം പോയി. അതേപോലെ ഇന്ത്യക്ക് പുറത്തും പോയി തലവരി പണവും അതേപോലെ ഒരുപാട് ക്യാഷ് കൊടുത്ത് പകുതി വെച്ച് പഠനം നിർത്തി വരികയും അങ്ങനെ പല സാഹചര്യങ്ങൾ നിങ്ങൾ ഇപ്പം നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ട് ഓരോ പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ കാരണം അവിടെ നിന്നുള്ള കുട്ടികൾ പകുതി, അതായത് ഒരു അവരുടെ പഠനത്തിൻ്റെ പകുതി വെച്ച് നിർത്തി വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ നീറ്റിൻ്റെയും അതേപോലുള്ള എൻട്രൻസ് എക്സാമിൻ്റെയൊക്കെ പ്രശ്നമാണ്. അത് MCയുടെ അണ്ടറിൽ നമ്മുടെ MBBS അതേപോലെ തന്നെ അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി ഇങ്ങനെയുള്ള കോഴ്സിൻ്റെ കൂടെ BNYS ഇതെല്ലാം MCയുടെ അണ്ടറിൽ വരുന്ന ഈ ഡോക്ടർ ആകാൻ പറ്റുന്ന കോഴ്സുകളാണ്. അതിനകത്ത് BNYS എന്ന് പറയുന്ന കോഴ്സിൽ നമുക്ക് എൻട്രൻസോ നീറ്റോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വേണ്ട. അതെ, ഉറപ്പായിട്ട്. അത് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഈ കോഴ്സ് പഠിക്കാനുള്ള സ്ഥലം നമുക്കില്ല. അതുകൊണ്ടാണ് ഇല്ല, കേരളത്തിൽ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യാനുള്ള പിന്നെ സ്ഥലമില്ല. അത് മാത്രമല്ല ഈ എൻട്രൻസ് എഴുതാതെ മറ്റൊരു ഓപ്ഷനും ഇല്ല ഡോക്ടർ ആകാൻ വേണ്ടി. ഒരുപാട് കുട്ടികളുടെ മോഹങ്ങളാണ് ഈ പകുതിക്ക് വെച്ച് നിന്ന് പോകുന്നത് ഈ ഒരു സാഹചര്യം കാരണം. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് ഈ ഒരു BNYS എന്ന് പറഞ്ഞ കോഴ്സ് എടുത്താൽ അവർക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പഠിച്ചു പോകാനും പറ്റും. നല്ല തൊഴിൽ മേഖല അതേപോലെ തന്നെ പുറത്തോട്ടുള്ള രാജ്യങ്ങളിലൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകൾ ഒരുപാടുണ്ട് ഈ കോഴ്സ് പഠിച്ച്. തീർച്ചയായിട്ടും അതായത് +2 അല്ലെങ്കിൽ VHSC ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലെ അഗ്രഗേറ്റ് ഒരു 60% മാർക്കാണ് നമ്മുടെ ഇതിൻ്റെ മിനിമം യോഗ്യത.
അതെ. അപ്പോൾ കേരളത്തിലുള്ള കുട്ടികൾക്ക് തീർച്ചയായും ഒരു ജോലി സാധ്യത തന്നെയാണ്. തീർച്ചയായിട്ടും അവർക്ക് ഇവിടുത്തെ മാനേജ്മെൻറ്റ് സീറ്റിൽ നമുക്ക് സീറ്റ് കൊടുക്കാൻ പറ്റും. അല്ലാതെ എത്ര നമ്മൾ ഓൾറെഡി ഇവിടെ കുട്ടികൾ അതായത് ഇവിടുത്തെ തമിഴ്നാട്ടിലെ കുട്ടികൾ മാത്രമല്ല പഠിക്കുന്നത്. ഇപ്പം കർണാടകയിൽ നിന്നുള്ളവരുണ്ട്, ആന്ധ്രയിൽ നിന്നുള്ളവരുണ്ട്, അതേപോലെ തന്നെ പല സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ BNYS പഠിക്കാൻ വരുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും ഈ കോഴ്സിൻ്റെ സാധ്യത അതേപോലെയാണ്. നമുക്ക് അറിയില്ല, കാരണം നമ്മുടെ അടുത്ത് നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ പഠിക്കാൻ ഇങ്ങനെ ഒരു കോളേജോ സാഹചര്യങ്ങളോ ഇല്ലാത്ത കാരണം ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ച്. എല്ലാവരും ഈ നീറ്റിൻ്റെ പുറകിലും ഇതൊക്കെ പോയി 1-2 വർഷങ്ങൾ കളയുകയും ഇന്ത്യക്ക് പുറത്ത് പോവുകയും അങ്ങനെയുള്ള അവർ പോയി അവരുടെ ഇയർ കളയുകയാണ്. അവസാനം 2 വർഷം കഴിഞ്ഞ് ഇത് കിട്ടിയില്ലെങ്കിൽ അവർ അടുത്ത കോഴ്സ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും കിട്ടുന്ന ഒരു കോഴ്സിന് അപ്പോഴത്തേന് 2 വർഷം അവരുടെ ലൈഫിൽ നിന്ന് അത് പോവുകയും ചെയ്യുകയാണ്. അവർക്ക് പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവുകയും ചെയ്യുന്നില്ല. നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ ഒരു BSc നഴ്സിംഗ് പഠിക്കാൻ എന്ത് ചിലവ് വരും എന്നുള്ളത്. ആ ഒരു ചിലവ് കൂട്ടിയാൽ മതി നമ്മുടെ. അത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടാവാം. നിങ്ങൾക്ക് ആ ഒരു ചിലവേ ആവത്തോളം നിങ്ങൾക്ക് ഡോക്ടർ ആവാം. അതിനകത്ത് 100% നമ്മൾ ഒരു ഉറപ്പ് തരുന്നു. നമുക്കിപ്പോൾ ടോട്ടലി ഒരു 500 to 600 റേഞ്ചിലാണ് നമുക്കിവിടെ സ്റ്റുഡൻസ് ഉള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ BNMYS എന്ന് പറയുന്ന കോഴ്സ് പലരും എന്നോട് പേഴ്സണലി വിളിച്ച് ചോദിക്കും, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ജോബിൻ്റെ സാധ്യതയുള്ളത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അവരോടൊക്കെ പറയാനുള്ളത് ആക്ച്വലി ഈ BNMYS എന്ന് പറയുന്നത് ഒരു പ്രകൃതി ചികിത്സ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മളെ ഡ്രഗ്സോ അല്ലെങ്കിൽ മെഡിസിനോ സർജറീസോ ഒന്നും ഇല്ലാണ്ട് നമ്മുടെ നേച്ചറിൽ നിന്നുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിവിടെ ചികിത്സാ രീതി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോഴ്സ് ആക്ച്വലി അപ്ഡേറ്റഡ് ആയി വരുന്ന ഒരു കോഴ്സാണ് ആൻഡ് ഓൾസോ വാല്യൂഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതേപോലെ നമ്മുടെ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ ആക്ച്വലി അവരൊക്കെ പുറത്ത് പോകുന്നത് പോലും ഇങ്ങനെയുള്ള ഈ നാച്ചുറോപ്പതി എന്നുള്ള സാധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി. സീരിയസ്ലി, അതായത് നമുക്ക് നമ്മുടെ ഹോസ്റ്റൽ ബോയ്സിനായിക്കോട്ടെ ഗേൾസിനായിക്കോട്ടെ നമ്മുടെ ഈ ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് ഹോസ്റ്റൽസ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. എൻ്റെ പേര് ജസ്ലിൻ ആണ്. ഞാൻ ട്രിവാൻഡ്രം ബോർഡറിൽ നിന്നാണ് വരുന്നത്. എനിക്ക് MBBS പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. ബട്ട് നീറ്റ് എഴുതിയപ്പോൾ നീറ്റിൽ കിട്ടിയില്ലായിരുന്നു. പിന്നെ വേറെ കോഴ്സസ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് നാച്ചുറോപ്പതിയെ പറ്റിയിട്ട് കിട്ടിയായിരുന്നു. കുറേ പേർ അത് പ്രിഫർ ചെയ്ത് നല്ല കോഴ്സാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് വന്നായിരുന്നു. കൗൺസിലിങ്ങിൽ ഇവിടെ കിട്ടി. കോളേജൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. എൻ്റെ പേര് സന്ധ്യ. ഞാൻ തിരുവനന്തപുരം ആറ്റിങ്ങിൽ നിന്നാണ് വരുന്നത്. എനിക്ക് MBBS പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നീറ്റിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഡോക്ടർ ആവണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ തിരക്കിയപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടുത്തെ ടീച്ചിങ് എന്ന് പറയുമ്പോൾ സ്റ്റാഫ്സ് എല്ലാവരും ഫ്രണ്ട്ലി സ്റ്റാഫ്സാണ്. ഹോസ്റ്റലിൽ എൻ്റെ കൂടെ സ്റ്റുഡൻസ് എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ഫുഡും നാച്ചുറോപ്പതി കോഴ്സ് ആയതുകൊണ്ട് ഫുഡെല്ലാം നാച്ചുറൽ മെത്തേഡിലാണ് ഞങ്ങൾ എടുക്കുന്നത്. കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഭയങ്കര വെൽ ഫെസിലിറ്റീസ് ആണ്. പിന്നെ സ്റ്റാഫ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവരൊക്കെ. ഇവിടെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളുടെ പേരൻസ് നേരിട്ട് ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുത്താൽ മതി. അതെ, അവർക്ക് നേരിട്ട് വരാം. അതിനുള്ള ലൊക്കേഷനും കാര്യങ്ങളും അതേപോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ എല്ലാ സൈഡിൽ നിന്നും തെങ്കാശിക്ക് ബസ്സുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ട്രെയിൻ സൗകര്യമുണ്ട്. ഇവിടുന്ന് ഒരു 12 കിലോമീറ്ററിന് അപ്പുറം റെയിൽവേ സ്റ്റേഷനുണ്ട്. അത് മെയിൻ ചെന്നൈ പുനലൂർ മധുര റൂട്ടാണ്. അപ്പോൾ അതിൽ ഇവിടെ ഈ കോളേജിൽ വന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. ഇപ്പോൾ ഫുഡ് പറയുവാണെങ്കിൽ BNYS എന്ന് പറയുന്ന കാറ്റഗറി, അതായത് BNYS നാച്ചുറോപ്പതി കുട്ടികൾക്ക് സെപ്പറേറ്റ് ഒരു കാറ്റഗറിയാണ്. അതിനകത്ത് അവർക്ക് അവരുടെ കോഴ്സിൻ്റെ പേര് പോലെ തന്നെ അവരുടെ ആഹാര രീതിക്കും ആ ഒരു ഫുഡ് മെനുവിനും എല്ലാം ഒരു ഓർഗാനിക് അതേപോലെ ഒരു നാച്ചുറൽ രീതിയാണ്. നമ്മുടെ തന്നെ 100 ഏക്കർ ലാൻഡ് അഗ്രികൾച്ചർ കോളേജിനോട് ചേർന്ന് ഈ ലാൻഡുണ്ട്. അവിടെ കൃഷി ചെയ്യുന്ന ഓർഗാനിക് ഫുഡ് കാര്യങ്ങളുമാണ് അവർക്ക് നമ്മൾ സെർവ് ചെയ്യുന്നത്. അത് സെപ്പറേറ്റ് ഹോസ്റ്റലാണ് BNYS സ്റ്റുഡൻസിന്. തീർച്ചയായിട്ടും നമുക്കിവിടെ BSc നഴ്സിംഗ് ഉണ്ട്, അതേപോലെ BSc കാർഡിയാക് ഉണ്ട്, BSc ഡയാലിസിസ് ഉണ്ട്, അതേപോലെ BSc റേഡിയോളജി ആൻഡ് ഇമാജിൻ ടെക്നോളജി, BSc OT ആൻഡ് അനസ്തീഷ്യ, അതുപോലെ നമുക്കിവിടെ D.Pharm, B.Pharm, അതേപോലെ ഫിസിയോതെറാപ്പി.